ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 1 വയസ്സ് മുതലുള്ള കുഞ്ഞു വാവുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ റൈസ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. പിന്നെ കഴുകി വൃത്തിയാക്കി വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കനും എടുത്തിട്ടുണ്ട്. ചിക്കൻ എല്ലില്ലാതെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ റൈസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചു. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സവാള, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് ഒക്കെ നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ 2 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം സവാളയും വെളുത്തുള്ളിയും കൂടെ ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഇനി ഈ വെജിറ്റബിൾസ് ഒന്ന് വഴഞ്ഞു വരണം. ആ ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. തക്കാളിയുടെ കുരു കളഞ്ഞിട്ടാണ് ചേർത്തേക്കുന്നത്. തക്കാളി ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഓരോ കുഞ്ഞുങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും എരിവിനനുസരിച്ചും വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല. എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പൊടികളൊക്കെ വളരെ കുറച്ച് ചെറിയ അളവിനാണ് ചേർത്തേക്കുന്നത്. പിന്നെ ചിക്കൻ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നത്. ചിക്കൻ മസാല ചേർക്കണമെന്ന് നിർബന്ധമില്ല, ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതി. ഈ പൊടികളെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാനും പിന്നെ അധികം എരിവെല്ലാം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാലൻസ് ആവാനും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ തൈര് ചേർക്കുന്നത്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷമാണ് ഞാൻ അരി ചേർത്ത് കൊടുക്കുന്നത്. ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇനി ബസ്മതി റൈസ് കയ്യിലില്ലെങ്കിൽ ജീരകശാല റൈസോ അതും അല്ലെങ്കിൽ പൊന്നി അരിയോ ചേർത്ത് കൊടുക്കാം. റൈസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്നതിനെക്കാട്ടും കുറച്ച് കൂടി നിൽക്കണം. കുറച്ച് കൂടുതൽ വെന്ത് ആണ് എടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. എരിവും ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി കുക്കർ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം 3 വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ വെന്ത് അരിയൊക്കെ ഒട്ടി ഇരിക്കുന്ന ആ ഒരു പാകത്തിന് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം അപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുള്ളൂ. വേവ് കൂട്ടിയെടുക്കണം. അപ്പോൾ അവസാനമായിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞു വാവകൾക്ക് കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.